ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്ലാഫ് ടൈം വ്ളോഗ്സിലെ പുതിയ വീഡിയോക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയാലോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ. അതിന് വെറും 3 സാധനങ്ങൾ മതി കേട്ടോ. ആദ്യം കുറച്ച് A4 ഷീറ്റ് റൗണ്ട്സ്, പിന്നെ ഒരു ഗ്ലാസ്, പിന്നെ പശ. ഈ 3 സാധനങ്ങളുണ്ടെങ്കിൽ ഇത് ശരിയാക്കിയിട്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഫ്ലവറിനെ ഇങ്ങനെ വെച്ച് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അറിയായിരിക്കും, എൻ്റെ ടിഷ്യൂ വീഡിയോ കണ്ടവർക്ക് കുറച്ചൊക്കെ അറിയാമായിരിക്കും ഇതെന്ത് ഫ്ലവറാണ്. ടിഷ്യൂ ഫ്ലവർ കണ്ടവർക്ക് അറിയാമായിരിക്കും കേട്ടോ ഇതെങ്ങനെയാണെന്ന്. ഫസ്റ്റ് ലെയർ നമ്മൾ പശ വേണം. ഫസ്റ്റ് ലെയറിൽ പശയില്ലാതെ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലേശം പശ ഇവിടെ ഇങ്ങനെ തറ്റത്ത് ഇങ്ങനെ തൊട്ടുകൊടുക്കാം കേട്ടോ. തഞ്ചത്തിയിലിങ്ങനെ തറ്റത്ത് ഇങ്ങനെ തൊട്ടുകൊടുക്കാം. ജസ്റ്റ് നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യാൻ പോവാണ്. അതിന് കുറച്ച് പശ ഇങ്ങനെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നേരത്തെ കാണിച്ച പോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ചിലപ്പം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് 2 A4 ഷീറ്റ് മതിയായിരുന്നു. അപ്പോൾ 3 സെൻറ്റിമീറ്റർ അളവിലുള്ള റൗണ്ട് സർക്കിൾസ് ആണ് കേട്ടോ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റൗണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഇതേപോലെ 3rd ലെയറും കൂടി ചെയ്തെടുക്കാം കേട്ടോ. ലെയറും നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. A4 ഷീറ്റ് കൂടി ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോമ്പസിൽ യൂസ് ചെയ്യണത് അത്ര അങ്ങോട്ട് നല്ലതല്ല. നിങ്ങളെപ്പോഴും യൂസ് ചെയ്യുക ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഏറ്റവും നല്ലത്. നിങ്ങൾ ഫ്ലവർ ചെയ്യുമ്പോൾ ഗൈസ് 4ാമത്തെ A4 കൂടി പോയി കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ 4 എണ്ണത്തിൽ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്താ വെച്ചാൽ നമ്മുടെ ടിഷ്യൂ പേപ്പറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഭേദം നമ്മുടെ ടിഷ്യൂ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണത്തിൽ അങ്ങോട്ട് നിർത്തിയത്. കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് കളറൊക്കെ അടിച്ചെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. എങ്ങനെ അടിക്കണം എന്നറിയോ കളറ്? ഇങ്ങനെ പൂശി കൊടുത്താൽ മതി കേട്ടോ. കളേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ വരങ്ങി കൊടുത്താൽ കുറച്ചും കൂടി നല്ല ചെയ്യും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൊക്കെ അടിക്കാൻ മറക്കല്ലേ. ടാറ്റാ.